ഖാദർ കരിപ്പൊടി. അയാൾ കരിപ്പൊടിയായാലും കറിപ്പൊടിയായാലും ഒരു വ്യാജ യൂട്യൂബർ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു. ഈ വ്യാജ യൂട്യൂബർ എത്രത്തോളം ആക്രമണകാരിയാണെന്ന് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു. ഒരു സമൂഹ മാധ്യമത്തിലൂടെ ജനതയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി എങ്ങനെ ആകരുത് എന്നതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളും വീഡിയോ ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. കാസർഗോഡ് അണങ്കൂരിൽ വെച്ച് ഒരു യുവാവിനെ കൂട്ടം കൂടി ആക്രമിക്കുന്നതിൽ നേതൃത്വം നൽകിയതിൻ്റെയും യുവാവിനെ അതിക്രൂരമായി മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചതിൻ്റെയും ദൃശ്യങ്ങളാണിതാ പുറത്തു വന്നിരിക്കുന്നത്. ആക്രമണത്തിൽ ആ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റതോടെ ഖാദർ കരിപ്പൊടിക്കെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞു. ഇതോടെ ആ വ്യാജ യൂട്യൂബർ മുങ്ങിയിരിക്കുന്നു. മയക്കുമരുന്ന് ഉപയോഗിച്ച് തന്നെ ആക്രമിക്കാൻ വന്ന പ്രതിയെ പ്രതിരോധിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നായിരുന്നു ഖാദർ കരിപ്പൊടിയുടെ ആദ്യത്തെ ന്യായം. എന്നാൽ മർദ്ദിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും മറ്റു തെളിവുകളും അതോടൊപ്പം ഖാദർ കരിപ്പൊടി തന്നെ മറ്റൊരു സുഹൃത്തിനോട് താൻ പരാതിക്കാരനെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഓഡിയോ ക്ലിപ്പും പുറത്തു വന്നതോടെ യുവാവിനെ ബോധപൂർവം വിളിച്ചു വരുത്തി മർദ്ദിച്ച് അവശനാക്കിയതാണ് എന്നതിൻ്റെ തെളിവുകൾ കൂടുതൽ ശക്തമായിരിക്കുന്നു. ഇതോടുകൂടി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ പങ്കുവച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെയും പരാതിക്കാരനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോയുമായി ഇയാൾ രംഗത്തെത്തി വീണ്ടും തലവേദനയായിരിക്കുന്നു. പണം ചോദിച്ചതിന് തന്നെ ആക്രമിക്കാൻ നോക്കിയ വ്യക്തിയെ പ്രതിരോധിക്കുക മാത്രമായിരുന്നു താൻ ചെയ്തതെന്നായിരുന്നു പിന്നീടുള്ള ഖാദർ കരിപ്പൊടിയുടെ അടുത്ത പച്ചക്കള്ളം. എന്നാൽ ഇപ്പോഴിതാ മർദ്ദനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയ പരാതിക്കാരനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിറകെ പോയി സ്വകാര്യ ഭാഗത്തടക്കം ആഞ്ഞു ചവിട്ടി ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന മൊബൈൽ ദൃശ്യങ്ങളാണ് പോലീസിന് തെളിവായി ലഭിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഖാദർ കരിപ്പൊടിയും കൂട്ടാളികളും തന്നെയാണ് ഈ കേസിലെ പ്രതികളെന്നും അവർ കുറ്റം ചെയ്തെന്നും വ്യക്തമായിരിക്കുന്നു. ഒരു കുറ്റകൃത്യം ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടാനും സമൂഹത്തിൽ നിന്നും കുറ്റകൃത്യം മറച്ചു വയ്ക്കാനും ഏതെല്ലാം തരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് വിഷയത്തെ തനിക്ക് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ക്രിമിനൽ മൈൻഡുള്ള വ്യക്തിയാണ് ഈ ഖാദർ കരിപ്പൊടിയെന്നും സ്വയം വ്യക്തമാക്കിയിരിക്കുന്നു.